ഈ ദുനിയാവിൽ ഹറാം കഴിച്ചുകൊണ്ട് കഴിഞ്ഞു പോയവരുണ്ടോ? ഹറാമായ ഭക്ഷണം കഴിച്ചതായ സഹോദരനുണ്ടോ? ഹറാമായ കുടിനീര് നുകർന്നതായ സഹോദരിയുണ്ടോ? ഈ ദുനിയാവിൽ ഹറാമായ സമ്പാദ്യവുമായി വീട്ടിലേക്ക് അരി വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് ചോറാക്കി മക്കളെ തീറ്റിക്കുന്നവരുണ്ടോ? മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഹറാമിലൂടെ ഊട്ടപ്പെട്ടതായ ശരീരം, ഹറാമ കഴിച്ച് വളർന്ന തടിച്ചു കൊഴുത്തതായ ശരീരം നരകവുമായി ബന്ധപ്പെട്ടതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ഈ ദുനിയാവാകുന്ന കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ 60 70 വയസ്സുള്ളതാകുന്ന കാലഘട്ടത്തിൽ എത്ര സഹോദരങ്ങളാണ്, സഹോദരിമാരാണ് ചിന്തിക്കുന്നത് എനിക്ക് ഹലാല് കഴിക്കണം, ഹലാല് ഭുജിക്കണമെന്ന് ചിന്തിക്കുന്നത്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സ്വഹാബ റുബ്ബദാഇൻ യദഊ ഇലല്ലാഹ് യാ റബ്ബി യാ റബ്ബി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എത്രയെത്ര ആളുകളാണ് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഖുർആൻ ഓതുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, സ്വലാത്ത് ചൊല്ലുന്നവരാ, അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എന്റെ വിഷമങ്ങളും സങ്കടങ്ങളും നീ തീർത്തു നൽകണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാ. പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നതായ ആളുകളാണ്. റുബ്ബദാഇൻ യദ്ഉ ഇലല്ലാഹ് ഫയസ്അലു ഇലല്ലാഹി യാ റബ്ബി യാ റബ്ബി. അല്ലാഹുവേ, എന്നെ രക്ഷിതാവ് എന്ന് വിളിച്ചുകൊണ്ട് നിലവിളിക്കുന്നതായ ആളുകളില്ലയോ, അവരുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകാത്തതിന്റെ കാരണം അറിയണേ സാബ. മത്അമഹു ഹറാം വമശറബഹു ഹറാം വമൽബസഹു ഹറാം ഫഅന്നാ യുസ്തജാബ്. എത്രയെത്ര ആളുകളാണ് ഈ ദുനിയാവാകുന്ന കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ അവർ ഒരുമിച്ച് കൂട്ടുന്ന സമ്പാദ്യം അത് ഹറാമാണ്, അവർ കഴിക്കുന്ന ഭക്ഷണം നിഷിദ്ധമാണ്, ഹറാമായ ഭക്ഷണമാണ്. അവർ കുടിക്കുന്ന കുടിനീരും നിഷിദ്ധമാണ്, അവരുടേതാകുന്ന സമ്പാദ്യവും നിഷിദ്ധമാണ്. വമൽബസഹു ഹറാം, ധരിച്ചിരിക്കുന്ന വസ്ത്രം പോലും ഹറാമായ സമ്പാദ്യം കൊണ്ട് വാങ്ങിയതാണ്. ഫഅന്നാ യുസ്തജാബ്, ഫഅന്നാ യുസ്തജാബ്. എങ്ങനെയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ദുആഇന് ഇജാബത്ത് കിട്ടും? ചില സഹോദരിമാര് പറയാറുണ്ട്, ഉസ്താദേ, ഞാൻ മുടങ്ങാതെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവളാണ്, ഞാൻ ദിക്ർ ചൊല്ലാറുണ്ട്, സലാത്ത് ചൊല്ലാറുണ്ട്, ഖുർആൻ ഖത്മുകൾ ധാരാളം തീർത്തവളാണ്, തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ട്, ദിക്റുകളും ഔറാദുകളും ഒക്കെ കൃത്യമായി നടത്തുന്നുണ്ട്, എന്നിട്ടും എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നില്ലല്ലോ. ഇങ്ങനെ പരാതിയുടെ പരിഭവത്തിന്റെ കെട്ടുകഥകൾ പറയുന്നവർ പഠിച്ചു വെക്കണേ, എവിടെയോ നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലർന്നിട്ടുണ്ടാകും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഭർത്താവിന്റെ സമ്പാദ്യം ഹലാലാണോ എന്ന് ഒരു വേള ചിന്തിക്കണം. മോശപ്പെട്ട സംവിധാനത്തിലൂടെയാണോ അദ്ദേഹത്തിന്റെ ജീവിതം? ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. റമ്മി കളിച്ചിട്ട് അതിലൂടെ കിട്ടിയ വരുമാനമാണോ? ലോട്ടറി അടിച്ചിട്ട് കിട്ടിയ കാശാണോ? ബാങ്കിൽ കൊണ്ടുപോയി ലക്ഷങ്ങൾ നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് ആണോ? എങ്ങനെയാ നിങ്ങളുടെ ഇൻകം? ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ദുആഇന് ഇജാബത്ത് ഉണ്ടാവൂല. എത്ര തലകുത്തി എന്ന് ഇബാദത്തെടുത്താലും ദുആഇന് ഇജാബത്ത് ഉണ്ടാവൂല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മറ്റേത് കൈ ഉയർത്തിയാൽ ഉടനെ അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. ഇപ്പൊ ഉത്തരം നൽകാത്തതിന്റെ കാരണം അതാണ്. ശ്രദ്ധിക്കണം നമ്മൾ. അതുകൊണ്ടാണല്ലോ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ, ഉംറയ്ക്ക് വേണ്ടിയൊക്കെ പോകുമ്പോൾ നമ്മുടെ സമ്പാദ്യം തീർത്തും ഹലാലാകണം എന്ന് പറയാൻ കാരണം. 2 മാസം മുമ്പ് ഞാനത് ഉംറയ്ക്ക് പോയിരുന്നു. അന്ന് 500-600 ആളുകളുണ്ടായിരുന്നു. അതിലൊരു സഹോദരി
വിളിച്ചിട്ട് ചോദിച്ചതാണ്, സ്വർണം പണയം വെച്ചിട്ട് വരാമോ? ഇന്നും ആ മസലകൾ ചോദിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, പാടില്ല, നിഷിദ്ധമാണ്. പണയം വെച്ചിട്ട് ആ പൈസയുമായി ഉംറയ്ക്ക് വരാൻ തയ്യാറാകുന്നവർ, ഉംറയാകട്ടെ ഹജ്ജാകട്ടെ, ഒരു അമലും സ്വീകരിക്കൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവസാനം ആ സഹോദരി സ്വർണം വിറ്റിട്ടാണ് വന്നത്. കാരണം ചിലർക്ക് അങ്ങനെയാണ്, അവരുടെ സ്വർണം കയ്യിൽ കിടക്കുന്ന വള അത് വലിയ ഇഷ്ടമാണ്, ആറ്റു നോങ്ങിച്ച് വാങ്ങിയതാണ്, അതുകൊണ്ട് തന്നെ പണയം വെച്ചിട്ട് പിന്നീട് തിരിച്ചു വന്നെടുക്കുക എന്നുള്ള ചിന്തയിലാണ്. പക്ഷെ അത് വിശുദ്ധമാണെന്ന് മനസ്സിലാക്കണം, നിഷിദ്ധമാണ്, ഹറാമാണ്, പാടില്ലാത്തതാണ്. എന്തുകൊണ്ട്? നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമ്മുടെ അമല് സ്വീകരിക്കപ്പെട്ടു എന്ന് വിളിച്ചു പറയും. സമ്പാദ്യം ഹലാലാണ് എങ്കിൽ നമ്മുടെ ഉംറയും നമ്മുടെ ഹജ്ജും ഒക്കെ കബൂലാക്കും, മലക്കുകൾ പറയുമെന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. قال رسول الله صلى الله عليه وسلم നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് ഹലാൽ സമ്പാദിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ പരിശുദ്ധമായ കഅബ കാണണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൽ ഈ ദുനിയാവിൽ ഹലാൽ സമ്പാദിച്ചതായ കൂട്ടുകാരാ, നീ വീട്ടിൽ നിന്ന് 2 റക്അത്ത് യാത്രയുടെ സുന്നത്ത് നമസ്കരിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആകാശലോകത്ത് നിന്ന് മലക്ക് വിളിച്ചു പറയുകയാണ്, ഹജ്ജുക മഖ്ബൂൽ വഉംറതുക മഖ്ബൂർ സാദുക ഹലാൽ വമതഅമുക ഹലാൽ വമശറബുക ഹലാൽ. വീട്ടിൽ നിന്ന് നാട്ടുകാരോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ, അപ്പോഴേ തന്നെ മലക്ക് പറയുകയാണ്, ലബ്ബൈക വസഅദൈക്, നിനക്കിതാ 2 ഉത്തരം അല്ലാഹു ചെയ്തിരിക്കുകയാ, നിനക്ക് അല്ലാഹു ഇതാ വിജയം നസീബാക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയുമോ സഹോദര, എന്തുകൊണ്ടെന്നറിയുമോ സഹോദരി, സാദുക ഹലാൽ വമതഅമുക ഹലാൽ, നിന്റെ സമ്പാദ്യം ഹലാലാണ്. ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി നീ ഒരുമിച്ച് കൂട്ടിയ സമ്പാദ്യം അത് ഹലാലാണ്, ഹലാലാണ്. നിന്റെ ഭക്ഷണം ഹലാലാണ്, നിന്റെ കുടിനീര് ഹലാലാണ്, നിന്റെ വസ്ത്രം ഹലാലാ. അതുകൊണ്ട് തന്നെ നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുകയാണ്, സ്വീകരിക്കുകയാ. നിന്റെ ഉംറയും അല്ലാഹു കബൂലാക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പോഴേ മലക്ക് വിളിച്ചു പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നേരെ മറിച്ച് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, നീ ഒരുമിച്ച് കൂട്ടിയ സമ്പാദ്യം അത് ഹറാമാണോ നിഷിദ്ധമാണോ? ലോട്ടറിയുടെ പൈസ കിട്ടിയത്, ഇൻഷുറൻസിന്റെ പൈസ കിട്ടിയത്, അല്ലെങ്കിൽ മറ്റൊരാൾ നിന്ന് കളവായി നീ അപഹരിച്ചെടുത്തത്, മറ്റൊരാളുടെ സമ്പാദ്യം നീ അധീനപ്പെടുത്തിയത്, അതല്ല സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് വിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടി നീ യാത്ര തിരിക്കുന്നത് എങ്കിൽ എത്ര സമ്പാദ്യം നീ അതിനു വേണ്ടി മുടക്കിയാലും അല്ലാഹു സ്വീകരിക്കില്ല, സ്വീകരിക്കില്ല. നാട്ടുകാരെ, കുടുംബക്കാരെ, സമൂഹത്തെ, സമുദായത്തെ എല്ലാവരെയും വീട്ടിൽ വിളിച്ചുകൊണ്ട് നീ വിരുന്നൂട്ടുകയാണ്, ഞാൻ ഹജ്ജിന് വേണ്ടി പോവുകയാണെന്ന് പറയുകയാ. വീട്ടിൽ മൗലിദിന്റെ സദസ്സ് നടത്തി, റാത്തീബിന്റെ സദസ്സ് നടത്തി, ആലിമീങ്ങളോട് പ്രാർത്ഥന കൊണ്ടെല്ലാം യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് നീ കാറിലേക്ക് കയറാൻ നിൽക്കട്ടെ, ആകാശ ലോകത്ത് നിന്ന് മലക്കിതാ വിളിച്ചു പറയുകയാണ്, ലാ ലബ്ബൈക വലാ സഅദൈക്, ലാ ലബ്ബൈക വലാ സഅദൈക്, നിനക്ക് ഉത്തരമില്ല, നിനക്ക് വിജയമില്ല, വിജയമില്ല, നിനക്ക് രക്ഷയില്ല, രക്ഷയില്ല. ഹജ്ജുക മർദൂദ് ലാ മഖ്ബൂൽ, നിന്റെ ഹജ്ജ് അല്ലാഹു തള്ളിയിരിക്കുകയാണ്, നിന്റെ ഹജ്ജ് അല്ലാഹു തള്ളിയിരിക്കുകയാണ്, നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുന്നില്ല. എന്തേ കാരണമെന്നറിയുമോ? സാദുക ഹറാം വമതഅമുക ഹറാം വമശറബുക ഹറാം.
നീ ഒരുമിച്ച് കൂട്ടിയ സമ്പാദ്യം ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയത് അന്യന്റെ സ്വത്ത് അപഹരിച്ചതല്ലേ. നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കില്ല, നിന്റെ ഉംറ അല്ലാഹു കബൂലാക്കുകയില്ല. നീ എത്ര വലിയ തറവാടിത്തമുള്ളവളാണെന്ന് പറഞ്ഞാലും, രാമന്തള്ളിയിൽ നിന്ന് വന്നവളാണെന്ന് പറഞ്ഞാലും, ശുഹദാക്കളുടെ ചാരത്ത് നിന്ന് വന്നവളാണെന്ന് പറഞ്ഞാലും, ഹറാമായ സമ്പാദ്യവുമായിട്ടാണ് നീ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്നത് എങ്കിൽ പോലും നിന്റെ ഹജ്ജ് അല്ലാഹ് വേണ്ട സ്വീകരിക്കില്ല. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേയുള്ളൂ, നീ മക്കത്ത് എത്തിയിട്ടില്ല, തവാഫ് ചെയ്തിട്ടില്ല, നീ മഖാം ഇബ്രാഹിമിന് പിന്നിൽ തവാഫിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിച്ചിട്ടില്ല, നീ സഫ കണ്ടിട്ടില്ല, മർവ കണ്ടിട്ടില്ല, നീ അറഫ കണ്ടിട്ടില്ല, മിന കണ്ടിട്ടില്ല, മുസ്ദലിഫ ദർശിച്ചിട്ട് പോലുമില്ല. ഈ പുണ്യമായ സ്ഥലങ്ങളിലേക്ക് നീ പുറപ്പെടുമ്പോൾ തന്നെ നിഷിദ്ധമായ സമ്പാദ്യമാണോ? മലക്കുകൾ വിളിച്ചു പറയും, ലാ ലബ്ബൈക വലാ സഅദൈക, നിനക്ക് ഉത്തരമില്ല, നിനക്ക് വിജയമില്ല, നിന്റെ ഉംറയും നിന്റെ ഹജ്ജും അല്ലാഹു സ്വീകരിക്കില്ല. കാരണം നിന്റെ സമ്പാദ്യം ഹറാമാണ്, ഹറാമാണ്. മലക്ക് വിളിച്ചു പറയും, വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കണം. 1 രൂപ ഒരുമിച്ച് കൂട്ടിയാലും അതെന്തായിരിക്കണം? ഹലാലായ മാർഗത്തിലായിരിക്കണം. പഴയ കാലഘട്ടങ്ങളിൽ ശ്രദ്ധിക്കും, പഴയ കാലഘട്ടങ്ങളിൽ ഉമ്മമാര് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അയിമ്മത്തുകൾ രേഖപ്പെടുത്താൻ, ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു, പണ്ട് കാലങ്ങളിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ തന്നെ ഭാര്യമാര് വീടിന്റെ വാതിക്കൽ വന്നിട്ട് മറ്റാരും ഉണ്ടാവൂല, വിരലുകൾ ഇങ്ങനെ നിലത്ത് കുത്തി വെച്ചിട്ട് വിളിച്ചു പറയും. എന്താ പറയുന്നത്? ഇയ്യാകും വകസബൽ ഹറാം, ഇയ്യാകും വകസബൽ ഹറാം, ഫഇന്നാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ. നിങ്ങളെ സൂക്ഷിക്കണേ ഭർത്താക്കന്മാരെ, ഹറാമ സമ്പാദിക്കുന്നതിനെ തൊട്ട് സൂക്ഷ്മത പുലർത്തണേ. എത്ര വർഷം വേണമെങ്കിലും ഞങ്ങൾ പട്ടിണി കിടക്കാൻ തയ്യാറാ. ഫഇന്നാ നസ്ബിറു അലൽ ജൂ, എത്ര മാസം വേണമെങ്കിലും എത്ര വർഷം വേണമെങ്കിലും ഹലാല് കൊണ്ടുവരാതെ നിങ്ങൾ ഇരിക്കുമ്പോഴും ഞങ്ങൾ തീർച്ചയായും പട്ടിണി കിടക്കാൻ തയ്യാറാണ്. വലാ നസ്ബിറു അലൻ നാർ, ഹറാമ സമ്പാദിച്ച് നിങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂല. ഹറാമ സമ്പാദിച്ച് കൊണ്ടുവരരുതേ. വലാ നസ്ബിറു അലൻ നാർ, നരകത്തിന്റെ മേൽ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. എന്താ നരകത്തിന് മേൽ ക്ഷമിക്കല്? നിങ്ങൾ ഹറാമ് സമ്പാദിച്ചു കൊണ്ടുവന്നാൽ അത് കഴിച്ചാൽ ഞങ്ങളുടെ ശരീരം ഹറാമ് കഴിച്ചതായി റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. മാ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി, ഹറാമായ സമ്പാദ്യം കഴിച്ചു വളർന്നവൻ നരകവുമായി ബന്ധപ്പെട്ടവനാണ്. അതുകൊണ്ട് നരകത്തിന്റെ വിറകുള്ളികളായി ഞങ്ങൾ എറിയും, അത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂല. എത്ര വർഷം വേണമെങ്കിലും നിങ്ങൾ ഗൾഫിൽ പോയിക്കോ, വിസിറ്റിംഗ് വിസ എടുത്തിട്ട് 3 മാസത്തേക്ക് പോകുന്നു, നിങ്ങൾ തിരിച്ച് പിന്നെയും വരികയാണ്, ജോലി റെഡിയായില്ല, വിഷയമില്ല. പക്ഷെ പോയിട്ട് വന്നിട്ട് ഹറാമായ ജോലിയുമായിട്ട് വന്ന് അതിലൂടെ ഒരു സമ്പാദ്യവുമായി വന്നാൽ ഞങ്ങളുടെ ശരീരവും നരകത്തിലേക്ക് എറിയപ്പെടും, അത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂല. ആരാ പറഞ്ഞത്? മുൻഗാമികളുടെ ഭാര്യമാര് പറഞ്ഞിരുന്നതാണ്. ഇന്ന് രാമന്തളിയിലുള്ള ഉമ്മമാരിങ്ങനെ പറയോ? ഭാര്യമാര് പറയോ? ആരാ പറയല്? വളരെ വിരളാണ്. എങ്ങനെയെങ്കിലും പൈസ നിങ്ങൾ കൊണ്ടുവരാനാ പറയുന്നത്. അയൽവക്കത്തുള്ള വ്യക്തിയെ കാണിച്ചിട്ട് പറയുന്നതാ, ആ ശുക്കൂറിനെ കണ്ടില്ലേ, അവൻ 3 വർഷമായി ഖത്തറിൽ പോയിട്ട് നിമിഷ നേരം കൊണ്ട് വന്ന് വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നാട്ടിലെത്തി. ഇപ്പൊ നല്ല പയ്യന്നൂർ അങ്ങാടിയിൽ ഒരു ഷോപ്പ് തുടങ്ങാൻ. നിങ്ങൾ 30 കൊല്ലമായിട്ട് ഗൾഫിൽ പോയി കിടക്കുക, അല്ലെങ്കിൽ നിങ്ങൾ 15 കൊല്ലമായിട്ട് ഗൾഫിൽ പോയി കിടക്കുക, നിങ്ങൾ 10 കൊല്ലമായി. എന്താ ഉണ്ടാക്കിയത്? നിങ്ങൾ ഒരു മുറി കട പോയിട്ട് സ്വന്തമായിട്ട് വീട് പോലും വൃത്തിയായിട്ട് വെച്ചിട്ടില്ല. നിങ്ങൾക്കൊരു 10 സെന്റ് ഭൂമിയില്ല.
നിങ്ങൾ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം മാത്രം നോക്കി നടക്കുന്നു, മറ്റൊരു വിഷയത്തിൽ നിങ്ങൾ ഇടപെടുന്നില്ല. നമുക്കൊരു വാഹനം ഇതുവരെ ഇല്ല. അപ്പുറത്തെ വീട്ടിൽ അവർക്കാണ് ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്, അപ്പുറത്ത് എത്തിയോസ് ലിവയുണ്ട്, ഇപ്പുറത്ത് അമേസ് ഉണ്ട്, നമുക്കാണ് ഒന്നുമില്ല. ഇതൊക്കെ ഒന്ന് മാറ്റം വരുത്തണ്ടേ എന്ന് ഭർത്താവിനെ നിർബന്ധിക്കാണ് ആര്? ഭാര്യമാർ. ഇന്നത്തെ തലമുറ ഭർത്താവ് ഹലാലായ സമ്പാദ്യവുമായിട്ട് വരുന്നത് അവൾക്ക് പിടിക്കുന്നില്ല. ഇനി ഇതിനേക്കാൾ കൂടുതൽ കൊണ്ടുവരണം. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലിയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്, അതുപോരാ. ഇനി എങ്ങനെ ഇങ്ങനെ കത്തിക്കുത്തും ബഹളം ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഹറാമായ സമ്പാദ്യം കൊണ്ടുവരണം. അതുകൊണ്ട് എന്താ ഇപ്പോ ഗൾഫിൽ പോകുന്ന എല്ലാവരും അബുദാബിയിലും ദുബൈയിലും ഒക്കെ ഉള്ളവർ ബിഗ് ടിക്കറ്റ് വേണ്ടി മത്സരിക്കാൻ എല്ലാവരും ഷെയർ ചേർന്നിട്ട് 6 പേര് 7 പേര് കൂടി ഷെയർ ചേർന്നിട്ട് എടുക്കാത്ത മക്കളില്ല. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യം ഉൾപ്പെടുത്തും. ലോട്ടറി എടുക്കാൻ, കാരണം അടിച്ചാൽ വലിയ കിട്ടല, കോടികൾ കിട്ടാൻ. ഭാര്യയ്ക്കും സന്തോഷമായി, കുടുംബത്തിനും സന്തോഷമായി. ഏതെങ്കിലും ഭാര്യമാര് പറയലുണ്ട് ഭർത്താവിനോട്, നിങ്ങൾ ഹലാല് സമ്പാദിച്ചു വിട്ട് വന്നാൽ മതി എന്ന് പറയുന്ന എത്ര ഭാര്യമാരുണ്ട്? എവിടുന്നെങ്കിലും പൈസ കിട്ടിയാൽ മതി. നമുക്കിങ്ങനെ അടിച്ചു പൊളിക്കണം, മാസത്തിൽ പോയി ഫേഷ്യൽ ചെയ്യണം, ഇങ്ങനെ നല്ല റാഹത്തായിട്ട് മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് സന്തോഷമായിട്ട് നടക്കണം, അത്രേ ഉള്ളൂ. എപ്പോൾ പൈസ ചോദിച്ചാലും പൈസ റെഡിയായിട്ട് കിട്ടണം. അത് ഹലാലാണോ ഹറാമാണോ അതൊരു വിഷയമല്ല, അതൊരു ചർച്ച പോലും അല്ല, അത് ചിന്തിക്കുക പോലൊന്നുമില്ല അല്ല ഇന്നത്തെ തലമുറ. മുൻഗാമികൾ അങ്ങനെയല്ല, നരകത്തെ ഭയപ്പെട്ടിരുന്നു, നരകത്തെ ഭയപ്പെട്ടിരുന്നു. ഇയ്യാകും വകസബൽ ഹറാം ഫഇന്നാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ. ഞങ്ങൾ നരകത്തിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറല്ല. ഈ ദുനിയാവിൽ എത്ര വർഷം വേണമെങ്കിലും പട്ടിണി കിടക്കാം, ഞങ്ങൾ അതിന്മേൽ ക്ഷമിക്കാൻ റെഡിയാണ്. ഹറാമ സമ്പാദിച്ചു കൊണ്ടുവരരുതേ ഭർത്താവേ. മുൻഗാമികളുടെ ഭാര്യമാര് പറഞ്ഞതാണ്, അവരുടെ ഓർമ്മപ്പെടുത്തലാണ്, ചിന്തയാണ്. നമ്മുടെ തലമുറയ്ക്ക് അത് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ചിന്തിക്കുക. അപ്പൊ ഹലാലായ സമ്പാദ്യം നമ്മുടെ കൈവശം ഉണ്ടാവണം, അതാണ് ഏറ്റവും അനിവാര്യം. എങ്കിലേ നമ്മൾ നന്നാവുള്ളൂ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂ, നമ്മുടെ നിസ്കാരമൊക്കെ റാഹത്തായ നിലയിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. ആ ബക്കറ്റ് ഒന്നും ഉണ്ടോന്നല്ലോ, ബക്കറ്റ് വരുമില്ലേ? അള്ളാഹു നമ്മുടെ സദക്ക സ്വീകരിക്കട്ടെ. കുറേ പേരൊക്കെ വന്നിട്ടില്ല ഇന്ന്. ഫുട്ബോൾ കളി തുടങ്ങിയോണ്ട് ഇനിയിപ്പോൾ ആരും കിട്ടൂല. ഇനി ഒരു 1.5 മാസത്തേക്ക് വാത് പറയാതിരിക്കല നല്ലത്. കാരണം എന്താ, കേൾക്കാൻ ആൾ വേണ്ട. എല്ലാവരും കളി കാണാൻ പോവാണ് അല്ലേ? ആചാര്യ പോകുന്നില്ലേ? കളി കാണണ്ടേ? ഫുട്ബോൾ കളി കാണാൻ പോകണ്ടേ? ആരോട് ചോദിച്ചാലും ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒന്നിൻ്റെ ഫാൻസ് ആയിരിക്കും അല്ലേ? മൈക്ക് ഓപ്പറേറ്ററോട് ഇപ്പോൾ ചോദിക്കുകയാണ്, നീ ഏത് ഗ്രൂപ്പാണെന്ന് ചോദിച്ചാൽ പറയും, ഒന്നില്ലേ അർജന്റീന, അല്ലേ പോർച്ചുഗൽ, അല്ലെങ്കിൽ ബ്രസീൽ, 3-1 ലൈവ് ചെയ്യുന്ന വ്യക്തിയോട് ചോദിച്ചാലും പറയും. പറയത്തില്ലേ? ആരുമില്ലേ? അല്ലാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കട്ടെ. അപ്പോൾ ആസിച്ചിരുന്നു കുറച്ച് ബാസ് ശബ്ദം ഭയങ്കര. അല്ലാഹു നമ്മുടെ സദക്ക സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് കൊടുക്കും. അല്ലാഹു നമ്മുടെ സദക്ക കബൂലാക്കുമാറാവട്ടെ. ഒരു സലാത്തിലേക്ക് എല്ലാവരും അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മല്ലിൽ ആലി ലാ ഇലാഹ ഇല്ലല്ലാഹു. ചെല്ല് ഉറക്ക ചെല്ല്. അല്ലാഹ്, ഇതിപ്പോൾ അപ്പുറത്തെ പള്ളിക്കാട്ടി കിടക്കുന്നവർ നിങ്ങളും സംഭവമാണല്ലോ. ചെല്ലിക്ക് വന്ന് അഹ്മദുല്ലാഹ മുസല്ലിയൻ മുസല്ലിമൻ അലാ അഹ്മദിൻ വൽ ആലി വൽ അസ്ഹാബി മല്ലിൽ ആലി ലാ ഇലാഹ ഇല്ലല്ലാഹു.
മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി സദഖയെ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. ഇവിടെ ശ്രദ്ധിക്കണേ, ശരിക്കും ശ്രദ്ധിക്കുക. കുറച്ചു നേരം കൂടെ പ്രസംഗിക്കാമല്ലോ. തങ്ങളെ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമാണ് നമ്മുടെ ഖത്തീബ് ഉസ്താദ്. പെട്ടെന്ന് പ്രസംഗിച്ചു മനസ്സിലായി വന്നിരുന്ന് തങ്ങൾ തന്നെ ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് തിരിഞ്ഞത്. എല്ലാ വർഷവും ഡേറ്റ് കൊടുക്കാനുള്ളൊരു സ്ഥലമാണ് കിഴക്കോത്ത് മക്കാം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബഹുനിരാകുന്ന ഷെയ്ഖുന അടക്കം പോയി സിയാറത്ത് ചെയ്യാറുള്ള മക്കാമാണ് കിഴക്കോത്ത് മക്കാം. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലാണ്. അൽഹംദുലില്ലാഹ് തങ്ങൾ സയ്യിദലവി തങ്ങൾ വർഷങ്ങളായിട്ട് അവിടെയായിരുന്നു സേവനം ചെയ്തത്. ഏകദേശം ഒരു 10 വർഷമായിട്ട് പരിചയമുള്ള ആളാണ് തങ്ങൾ. വർഷങ്ങളോളം ആ പള്ളിയിലുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്നിപ്പോൾ നമ്മുടെ മഹല്ലിൽ 3 മാസമായിട്ട് സേവനം വന്ന് ചേർന്നു എന്നറിഞ്ഞു. അള്ളാഹു കബൂലാക്കട്ടെ. രാമന്തളി എന്ന് പറഞ്ഞാൽ തന്നെ തങ്ങന്മാരുടെ ഏരിയയാണ്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാഹ് ഇവിടേക്ക് തന്നെ വന്നണഞ്ഞു. അള്ളാഹു കബൂലാക്കട്ടെ. ധാരാളം കാലം നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു തങ്ങൾക്ക് ശാരീരികമായ സിഹത്ത് നസീബാക്കുമാറാവട്ടെ. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കണേ, ഒരുപാട് നീട്ടൂല, വേഗം തന്നെ ചുരുക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ വാപ്പയും ഉമ്മയും രണ്ടുപേരും സ്വാലിഹീങ്ങളായ വ്യക്തികളാണ്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ, അതുപോലെ തന്നെ വാപ്പ. വാപ്പാടെ സലാഹിയത്താണ് നേരത്തെ സൂചിപ്പിച്ചത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹലാലല്ലാത്തത് കഴിക്കാതെ സൂക്ഷ്മത വെച്ച മഹാൻ. അതിലൂടെ കിട്ടിയ നേട്ടം എന്താ? ഏറ്റവും നല്ല സാലിഹത്തായ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറ്റി. ജീവിതത്തിൽ ഹറാമ കാണാത്ത, ഹറാമ കേൾക്കാത്ത, കൈകാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടക്കാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, എത്ര വലിയ സൗഭാഗ്യമാണ്, സൗഭാഗ്യമാണ്. കേട്ടില്ലേ നിങ്ങള്? കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്നതായ സംഭവം. ഒരു പെണ്ണിനെ, കാസർഗോഡുള്ള ഒരു പെണ്ണിനെ 3 ചെറുപ്പക്കാർ ചേർന്ന് ബലാത്സംഗം ചെയ്തു വണ്ടിക്കകത്ത്. ഇന്ന് ആ കുട്ടി പറയുന്ന ഒരു മീഡിയയോട് പറയുന്നതാകുന്ന ഒരു വർത്തമാനം ഞാൻ കേൾക്കേണ്ടായി വരുന്ന വഴിവൽ. തന്നെ കൊണ്ടുപോയത് ഒരു പെൺകുട്ടി തന്നെയാണ്, കൂട്ടുകാരിയാണ്, ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ്. ആ കൂട്ടുകാരിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് DJ പാർട്ടിയിൽ ബാർ ഹോട്ടലിൽ പങ്കെടുക്കാൻ പോയതാണ്. നൃത്തരങ്ങുകളുള്ള ഹോട്ടലിലേക്ക് പോയി നല്ലതുപോലെ ബിയർ കഴിച്ചു. ആ ബിയറിനുള്ളിൽ എന്തോ ഒരു സാധനം എനിക്ക് കലക്കി തന്നിട്ടുണ്ട്. MDMA ആകാം, LSD ആകാം, മറ്റേതെങ്കിലും മയക്കുമരുന്നിൻ്റെ പൊടികളാകാം, ഏതുമായിക്കോട്ടെ. ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളെ ആകർഷിപ്പിക്കുകയും കുട്ടികളെ കരവലയത്തിൽ ഒതുക്കാൻ പറ്റുകയും ചെയ്യുന്നത് MDMA ആണ്. അത് കഴിച്ചാൽ പിന്നെ മണിക്കൂറുകളോളം അതിൻ്റെ എഫക്റ്റ് നിൽക്കും, അറിയില്ല. 16 മണിക്കൂർ വരെ നിർത്താതെ നൃത്തം ചവിട്ടുവന്നാണ്. 16 മണിക്കൂർ വരെ നിർത്താതെ നൃത്തം ചെയ്യും അതിൻ്റെ രസം കയറിക്കഴിഞ്ഞാൽ. എന്നാൽ പിന്നെ എൻ്റെ മകൾക്ക് എന്നാൽ പിന്നെ നൃത്തം പഠിപ്പിക്കാതെ കുടിക്കായിരുന്നു എന്ന് പറഞ്ഞ് കൊടുക്കാൻ നിൽക്കണ്ട. ഇത് മയക്കുമരുന്നാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അങ്ങനെ എന്തോ ഒരു സാധനം കുടിച്ചിട്ടുണ്ട്, ബിയർ. അത് കുടിച്ചതിന് ശേഷം ആ പെൺകുട്ടിക്ക് ബോധം നഷ്ടപ്പെടുകയാണ്. പിന്നെ അവൾക്ക് തന്നെ അറിയില്ല, നടക്കുന്നുണ്ട്, പോയി ഇരിക്കുന്നുണ്ട്, അവസാനം വാഹനത്തിൽ കയറുന്നുണ്ട്. വാഹനത്തിൽ കയറുമ്പോൾ തന്നെ കൊണ്ടുവന്ന പെൺകുട്ടി മാറി നിന്ന് കൂടെ ഒരു 3 ചെറുപ്പക്കാരകത്ത് കയറി തന്നെ മാനഭംഗപ്പെടുത്തി ബലാത്കാരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് ആ പെണ്ണ് പറയുന്നത്. കാരണം കൈകാലുകൾക്ക് സ്വാധീനമില്ല. പെണ്ണെവിടുത്തുകാരിയാണ്, കാസർഗോഡുകാരിയാണ്. ഏത് മതത്തിൽപ്പെട്ടതായിക്കോട്ടെ, പക്ഷെ ഒരു പെണ്ണല്ലേ. ചിന്തിക്കണം നമ്മൾ എവിടെയാണ് ലോകം എത്തിത്തിരിക്കുന്നത്. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ അവളുടെ ബോധം വന്നപ്പോഴത്തേക്കും ആവശ്യമാകുന്ന ഒരു പെണ്ണിന് ആവശ്യമാകുന്ന ഏറ്റവും വലിയ കന്യകത്വം നഷ്ടപ്പെട്ടിട്ടുണ്ട്.
അവള് പിന്നീട് മറ്റൊരു കൂട്ടുകാരിയുടെ സഹായം തേടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തത്. ചിന്തിക്കണം. അവ 3 ആൺകുട്ടികളും ഒരു പെണ്ണും പ്രതിയാണ്. ഏതാണ് ആ പെണ്ണ്? തൻ്റെ ചങ്ക് ബ്രോയായി തന്നോടൊപ്പം നിലകൊണ്ട പെണ്ണ് തന്നെ ചതിച്ചു. ഇതാണ് ലോകം. എന്തിനാണ് അവൾ അങ്ങനെ ചെയ്തത് എന്ന് എനിക്കറിയില്ല. വീഡിയോയിൽ അവൾ പറയാൻ, ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നുമില്ല, പക്ഷെ അവൾ ചെയ്തു. അപ്പോൾ മനസ്സിലാക്കണം, ആ പെൺകുട്ടിയും ഇവർക്ക് അഡിക്റ്റായിരുന്നു, ഇത്തരത്തിലുള്ള ലഹരിക്ക് അഡിക്റ്റായി നഷ്ടപ്പെടേണ്ടതാകുന്ന എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ലോകം എവിടെയാണ് എത്തിയിരിക്കുന്നത്? എന്നാൽ ശാരീരികമായ ബന്ധപ്പെടൽ മാത്രമല്ല വ്യഭിചാരം. റസൂലുള്ളാഹി പറഞ്ഞില്ലയോ, അൽ ഐനാനി തസ്നിയാൻ ഫസിനാഹുമാ അന്നളറൂ. കേവലം ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല വ്യഭിചാരം. പലരും അങ്ങനെയാണ് കരുതുന്നത്. പുരുഷനും സ്ത്രീയും ശാരീരികമാകുന്ന ബന്ധപ്പെടലിലാണ് വ്യഭിചാരമെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ലൈംഗികമാകുന്ന വീഴ്ച മാത്രമല്ല വ്യഭിചാരം. വിശുദ്ധമായ ഇസ്ലാമിൽ ആദരവായ പ്രവാചകനെ പറയുകയാണ്, അൽ ഐനാനി തസ്നിയാൻ, 2 കണ്ണുകൾക്ക് വിചാരമുണ്ട്. സാബ ഫസിനാഹുമാ അന്നളറൂ. 2 കണ്ണുകളുടെ വിചാരം ഹറാമായ തലത്തിലേക്കുള്ള നോട്ടമാണ്. അന്യ പെണ്ണിന്റെ ആകാര സൗഷ്ഠവങ്ങളിലേക്ക്, അവരുടെ അംഗലാവണ്യത്തിലേക്ക് നിന്റെ കണ്ണ് പായുന്നുണ്ടോ? കണ്ണിന്റെ നോട്ടമുണ്ടോ? മോശപ്പെട്ട പോസ്റ്ററുകൾ കാണുമ്പോ, മോശപ്പെട്ടതാകുന്ന ഫോട്ടോകൾ ദർശിക്കപ്പെടുമ്പോ, വാട്സാപ്പിലൂടെ കൂട്ടുകാരെ കൈമാറ്റം ചെയ്ത് നൽകപ്പെടുമ്പോ, ഫേസ്ബുക്കിലും വാട്സാപ്പിലും മറ്റുമൊക്കെ അശ്ലീലതകൾ കാണുമ്പോ, ഈ അശ്ലീലമാക്കപ്പെട്ട ചിത്രങ്ങളിൽ